നിലവിൽ കേന്ദ്ര സർക്കാർ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചതുകൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്നാണ് സർക്കാർ വാദം. പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകൻ കപിൽ സിബൽ മുഖാന്തരമാണ് കേരള സർക്കാർ ഹർജി ഫയൽ ചെയ്തത്. ഇത് ഇന്നലെ പരിഗണിച്ച കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയും ഈ മാസം 25-ന് കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. അതായത് നിലവിൽ ജനുവരിയിലേതടക്കം 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. ഈ കുടിശ്ശികയുള്ളപ്പോൾ ലോക്സഭാ ഇലക്ഷനെ നേരിടേണ്ട ഒരു അവസ്ഥയിലാണ് കേരള സർക്കാർ. അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പെങ്കിലും എല്ലാ മുടങ്ങിയിട്ടുള്ള പെൻഷനും വിതരണം ചെയ്യാനുള്ള ഒരു സാധ്യത തേടിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടി കടമെടുക്കാൻ അടിയന്തരമായി സുപ്രീം കോടതി ഉത്തരവിടണം എന്ന് കാണിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടുമാണ് കേരളം ഹർജി നൽകിയിട്ടുള്ളത്. ഇതിന്റെ